ഹൈ ഡേയ്സ് ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 7:00-ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ആ ഒരു സമയത്ത് അവസാനത്തെ ഒരു 15 മിനിറ്റ് ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്ത് ഫോൾ രേഖപ്പെടുത്തി. നമ്മൾ അവസാനം കേട്ട ന്യൂസ് ജപ്പാനിൽ നിന്നുള്ളൊരു സുനാമി മുന്നറിയിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്ന് ജപ്പാൻ മാർക്കറ്റ് അവധിയാണ്. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റിൽ സീവിയർ ഫോളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല, മിക്സഡാണ്. പക്ഷേ അതീവ ബുള്ളിഷും ഇല്ല, അതീവ ബീറിഷും ഇല്ല. ഒരു ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും ഫ്ലാറ്റാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ ഓസ്ട്രേലിയ ഗ്രീനാണ്. പിന്നീട് തൊട്ട് താഴെ കാണുന്ന ചൈന, കൊറിയ, ജപ്പാൻ എന്ന അവധിയാണ്. അപ്പോൾ കൊറിയയിലോ ഓസ്ട്രേലിയയിലോ ഒന്നും തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ പോസിറ്റീവിലാണ്. ഇതിന് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മറ്റുള്ള യൂറോപ്യൻ മാർക്കറ്റോ US മാർക്കറ്റോ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിറ്റ്കോയിൻ വലിയൊരു ബ്രേക്ക് ഔട്ടാണ് ബിറ്റ്കോയിനിൽ നടന്നത്. $2,424 ഒരു സിംഗിൾ ഡേ കൊണ്ട് ഉയർന്ന് 44,000 ഏകദേശം ഒരു 45,000 റേഞ്ച് ബിറ്റ്കോയിൻ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബിറ്റ്കോയിൻ ട്രേഡേഴ്സിനെല്ലാം തന്നെ വളരെ, അല്ലെങ്കിൽ നിക്ഷേപകർക്ക് വളരെ നല്ല ഒരു വാർത്തയാണ്. നമുക്കിനി ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഇന്നലെ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് നിഫ്റ്റിയുടെ വാല്യൂ മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്തു. എന്നാൽ മാർക്കറ്റ് ക്ലോസിംഗ് വാല്യൂ കാണിച്ചത് നിഫ്റ്റിയുടെ സ്പോട്ടിൽ നിന്ന് ഒരു 50 പോയിൻറ്റ് മുകളിലാണ്. ഈവൻ ഫിൻനിഫ്റ്റി സമാനമായ രീതിയിലാണ് കാണിച്ചത്. ക്ലോസിംഗ് വാല്യൂവിൽ നിന്ന് 50 പോയിൻറ്റ് ഉയർന്ന രീതിയിലാണ് മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ ആക്ച്വലി ഇതിൽ റിഫ്ലക്റ്റ് ആയി വന്നത്. ചാർട്ട് നോക്കുമ്പോഴും ആ ഒരു ചാർട്ടിൽ ആ ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. പക്ഷേ ആക്ച്വൽ നമ്മുടെ ബ്രോക്കറിൽ ആക്ച്വലി നമ്മൾ ക്ലോസ് ആയിരിക്കുന്നത് അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈവൻ പുട്ടൊക്കെ ബൈ ചെയ്ത ആളുകൾക്ക് ഒരു 50 പോയിൻറ്റ് വെറുതെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. കാരണം അതൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ആവാം, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു കൃത്യമായ ടൈമിൽ അത് നമ്മളെ ഒട്ടുമിക്ക ബ്രോക്കേഴ്സിലും അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് ഫിൻനിഫ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിൻനിഫ്റ്റിയുടെ ആ ഒരു ചാർട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. 21,450 സ്പോട്ട് ഉള്ളത്. 21,500 ഓപ്പൺ നല്ല ആ ഒരു റെഡ് ക്യാൻഡിൽ കാണാം. കൂടുതൽ ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 550 ശേഷം 600, 650 ശേഷം 700. അപ്പോൾ ആ ഒരു റൗണ്ട് ഫിഗറുകളാണ് കൂടുതൽ ആളുകൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. 500, 600, 700 എന്നീ റേഞ്ചുകളിൽ. പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ വലിയൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 21,000 എന്ന് പറയുന്ന റേഞ്ചാണ്. 21,000 കാണാം. ആ വലിയ ഒരു ഗ്രീൻ ബാർ കാണാം. അത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ 21,300 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു സപ്പോർട്ട് സോണുകളാണ്. റെഡ് കളർ കാണുന്നത് റെസിസ്റ്റൻസ് സോണുകളാണ്. ഗ്രീൻ കളർ കാണുന്നത് സപ്പോർട്ട് സോണുകളാണ്. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ PCR 0.8 കൂടുതൽ കോള് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കാണാം. 2.91 CR ആണ്. പുട്ട് ഷോർട്ട് ചെയ്തത് 2.35 CR ആണ്. അപ്പോൾ കോള് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ് താരതമ്യേന നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ളവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് പരിശോധിക്കാം. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ 69% ലോങ് പൊസിഷനും 31% ഷോർട്ട് പൊസിഷനും അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. ഗ്ലോബൽ ഈവൻറ്റുകൾ വളരെയധികം പരിശോധിച്ച് വേണം നമ്മളിനി ട്രേഡിലേക്ക് മുന്നോട്ട് പോകാനായിട്ട്. കാരണം പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു ന്യൂസ് ഉണ്ടാകും. ആ ന്യൂസിൻ്റെ കാരണം കൊണ്ട് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും, നമ്മളത് അറിയാതെ പോകും. അങ്ങനത്തെ സിനാരിയോ ഇനി വരരുത്. എന്താണ് അതാത് രാജ്യങ്ങളിലെ ഈവൻറ്റുകൾ, അത് നമുക്ക് ആ ഈവൻറ്റിന് മുന്നേ നമുക്കൊരു ധാരണ ഉണ്ടാവണം. US മാർക്കറ്റിൽ ഇന്ന് ചൊവ്വാഴ്ച ദിവസം മാനുഫാക്ചറിങ് PMI ആണ് ചൈനയിൽ നിന്ന് വരുന്നത്. ജർമ്മനിയിൽ നിന്ന് മാനുഫാക്ചറിങ് PMI, UKയിൽ നിന്ന് മാനുഫാക്ചറിങ് PMI, ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI. ബുധനാഴ്ച ദിവസം കാണാം UKയിലെ ജോബ് ഓപ്പണിംഗ് ഡേറ്റ, ജർമ്മനിയിലെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ. വ്യാഴാഴ്ച ദിവസം കുറച്ചും കൂടി ക്രൂഷ്യലായിട്ടുള്ള
ഈവൻറ്റുകളാണുള്ളത്. ജർമ്മനിയിലെ ഇൻഫ്ലേഷൻ, US-ലെ ജോബ്ലെസ് ക്ലെയിം, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്. വെള്ളിയാഴ്ച ദിവസം കാണാം യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ നോൺ ഫാം പേറോൾ US-ൽ നിന്ന്. അപ്പോൾ ഈ ഒരു ഈവൻറ്റുകൾ അനുസരിച്ച് മാത്രം നമ്മുടെ ട്രേഡുകളെല്ലാം തന്നെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. നമ്മുടെ വെബ്സൈറ്റിൽ ഗ്ലോബൽ ഈവൻറ്റ് ചെക്ക് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിൽ അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബിസ്മേറ്റ് ട്രേഡിങ്ങിൽ ട്രേഡബിലിറ്റി ടാബിൽ ഒരുപാട് ട്രേഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. നമുക്കിനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. FIs ആദ്യമായിട്ട് ഇന്നലെ ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ ദിവസം തന്നെ അവർ സെല്ലിംഗ് മോഡിലാണ് ഉള്ളത്. 855 കോടി രൂപയ്ക്ക് അവർ സെല്ല് നടത്തിയിട്ടുണ്ട്. DIs 410 കോടി രൂപയ്ക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റോക്കുകൾ റാലി ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഫോൾ ആകുമെന്നോ ഒന്നുമില്ല. ഇത് മാർക്കറ്റിലുള്ള പ്രമുഖ കമ്പനികളുടെ വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അൾട്രാടെക് സിമെൻറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് കമ്പനിയാണ് അൾട്രാടെക് സിമെൻറ്റ്. ഇവരുടെ ഓവറോൾ സെയിൽസ് ഏകദേശം 6% അപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് അൾട്രാടെക് സിമെൻറ്റിനെ സംബന്ധിച്ചുണ്ട്. കോൾ ഇന്ത്യ ഇവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ടോട്ടൽ പ്രൊഡക്ഷൻ, അവർ ടാർഗറ്റ് ചെയ്തിരുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ 9 മാസം പിന്നിടുമ്പോൾ തന്നെ കമ്പനി അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ്. ഐഷർ മോട്ടോഴ്സ് എൻഫീൽഡിൻ്റെ പ്രൊമോട്ടേഴ്സാണ്. ഐഷർ മോട്ടോഴ്സ് ഇവിടെ ടോട്ടൽ സെയിൽസ് 7% കുറവുണ്ടായിട്ടുണ്ടെന്ന് കമ്പനി റിപ്പോർട്ട് ചെയ്തു. TVS മോട്ടോഴ്സ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സെല്ല് ചെയ്യുന്ന ഹീറോ മോട്ടോകോർപ്പ് കഴിഞ്ഞ രണ്ടാമത്തെ കമ്പനിയാണ് TVS മോട്ടോഴ്സ്. അവരുടെ ടോട്ടൽ സെയിൽസ് 24% ഉയർന്നിട്ടുണ്ട്. LIC ഇവർക്ക് GST കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഡിമാൻഡ് നോട്ടീസ് കിട്ടി 800 കോടി രൂപയുടെ. എയർടെൽ ബീറ്റൽ ടെലടെക് എന്ന് പറയുന്ന കമ്പനിയിൽ ഇവരുടെ അക്വിസിഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ബീറ്റൽ എന്ന് പറയുന്നത് എയർടെലിൻ്റെ പാരൻറ്റ് കമ്പനി തന്നെയാണ്. SGVN നേപ്പാളിൽ നിന്ന് അവർക്കൊരു പുതിയൊരു ഓർഡർ കിട്ടി. ധനലക്ഷ്മി ബാങ്ക് ടോട്ടൽ അഡ്വാൻസ് 11% വർധനവ് രേഖപ്പെടുത്തി. SIB സൗത്ത് ഇന്ത്യൻ ബാങ്ക് ടോട്ടൽ അഡ്വാൻസ് 10% വർധനവ് രേഖപ്പെടുത്തി. ടിൻ പ്ലേറ്റും ടാറ്റ സ്റ്റീലും തമ്മിലുള്ള മെർജ് കമ്പനി ട്രിബ്യൂണൽ അംഗീകരിച്ചു. കർണക്സ് മൈക്രോ സിസ്റ്റം കമ്പനി പുതിയൊരു ഓർഡർ കിട്ടി, 100 കോടി രൂപയുടെ ഓർഡർ. SRF പുതിയ അവരുടെ പ്രൊജക്റ്റ് അവർ ഉദ്ഘാടനം നടത്തി. ഏഷ്യൻ പെയിൻറ്റ്, LIC ഏഷ്യൻ പെയിൻറ്റിലുള്ള നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിലുള്ളത്. മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് ലഭിക്കാൻ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം. സെർച്ച് ചെയ്യേണ്ട, അതിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.